ഹലോ, പ്രോൺസ് ഒക്കെ സെറ്റ് അല്ലേ? എന്നാൽ പിന്നെ മിക്സിയിൽ കുറച്ച് കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടോ. അതിലേക്ക് കുറച്ച് നമ്മളുടെ പെരിഞ്ചീരകം ഇട്ടിട്ട് നന്നായി നൈസായിട്ട് അരയ്ക്കാം. പിന്നെ ചട്ടി വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഈ അരച്ച് വെച്ച പേസ്റ്റ് അതിലേക്ക് അങ്ങ് തട്ടാം. തട്ടിയതിന് ശേഷം നന്നായിട്ട് ചെറപറ എന്നങ്ങ് ഇളക്കി വിട്ടേക്ക്. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിൻ്റെ ഇതൊക്കെ പൊന്തി വരുമല്ലോ എണ്ണയ്ക്ക്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം. കുരുമുളക് ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടും ഇത് നമ്മൾ നന്നായിട്ട് അപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊന്ന് ഡ്രൈ ആയിട്ട് ആവുന്ന വരെ നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് മുളക് പൊടിയാണ്. അത്യാവശ്യം അവനവൻ്റെ എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായി നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിൽ നല്ല വലിയ പ്രോൺസ് ഇട്ടിട്ടുണ്ട്, അതിലേക്ക് അങ്ങ് തട്ടാം. പ്രോൺസ് തട്ടിയതിന് ശേഷം കുറച്ച് അധികം നേരം ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തുന്ന വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് അത്യാവശ്യം കുക്കായി വരുമ്പോൾ നമുക്കറിയാലോ മസാലയുടെ കളറൊക്കെ ഒന്ന് മാറി വരും. ആ സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് റെഡി കിടക്കാച്ചി പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒന്ന് ഗാർണിഷ് ചെയ്തേക്കുക മല്ലിയില വെച്ചിട്ട്.